ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയാലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ CET എന്നാണ് അറിയപ്പെടുന്നത്. സോ CETനെ കുറിച്ചുള്ള സ്മോൾ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് ഞാൻ തരാമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, കോളേജിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഫെസിലിറ്റീസ്, അതുപോലെ അവിടുത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം എന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് CETയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ കോഴ്സസ് ആണ് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കോഴ്സ് എന്ന് പറയുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് BTech. സോ BTechൻ്റെ അണ്ടറിൽ വരുന്നതാണ് സിവിൽ, അപ്ലൈഡ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഡാംസ്, കനാൽസ്, ബിൽഡിങ്സ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക്, ഡിസൈൻ, അതിനെക്കുറിച്ച് പഠിക്കാനാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്യുന്നത്. സോ ആഫ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് ചോദിച്ചാൽ അതാണ് പ്രൊജക്ട് എഞ്ചിനീയറിംഗ്, സൈറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ആഫ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നത്. സെക്കൻഡ് ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കിൻ്റെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിനെയും ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡിസൈൻ, പ്രൊഡക്ഷൻ ആൻഡ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി, ട്രാൻസ്മിഷൻ സിസ്റ്റം, പവർ സിസ്റ്റം, മോട്ടോർ ആൻഡ് കൺട്രോൾ സിസ്റ്റം. സോ ആഫ്റ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പവർ സിസ്റ്റം എഞ്ചിനീയർ ആൻഡ് കൺട്രോൾ എഞ്ചിനീയർ. സോ നെക്സ്റ്റ് വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, പ്രോഗ്രാമിംഗ്, AI, സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ ആഫ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നതാണ് AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇത്രയും കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ആഫ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഉള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡീൽ ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റം, നെറ്റ്വർക്ക് ടെക്നോളജി, അതുപോലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കഴിയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നതാണ് എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയർ. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഡീൽ ചെയ്യുക, അതാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. സോ ആഫ്റ്റർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ക്വാളിറ്റി പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചർ എഞ്ചിനീയർ. ഇതാണ് ആഫ്റ്റർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓട്ടോമേഷൻ, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ കൺട്രോൾ സിസ്റ്റം. സോ ആഫ്റ്റർ അപ്ലൈഡ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയർ. സോ ഇത്രയും ബ്രാഞ്ചസ് ആണ് നമുക്ക് BTechൻ്റെ അണ്ടറിലായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് PG അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു 2 ഇയർ കോഴ്സാണ്. 2 ഇയർ കോഴ്സായിട്ടുള്ള PGയിൽ വരുന്നത് MTech, MR, MCA ആൻഡ് MBA. MBA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MCA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MTech എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ PhD എടുക്കാനും PhD റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് CETയിലെ സെലിബ്രേഷൻ ആൻഡ് ഇവൻറ്റ്സ് ആണ്. മെയിനായിട്ട് വരുന്നത് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. കൾച്ചറൽ ഫെസ്റ്റിൻ്റെ പേരാണ് ധ്വനി. പിന്നെ വരുന്നതാണ് ടെക്നിക്കൽ ഫെസ്റ്റ്. ടെക്നിക്കൽ ഫെസ്റ്റ് എന്ന് പറയുമ്പം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഹാക്കത്തോണുകളും വർക്ക്ഷോപ്പുകളും. പിന്നെ നമ്മളുടെ ഓരോരോ ഫെസ്റ്റിവലിനനുസരിച്ചിട്ട് അവിടെ പ്രോഗ്രാംസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്.
ഫോർ എക്സാമ്പിൾ ആയിട്ട് ഓണം, ക്രിസ്മസ് അങ്ങനെ എല്ലാ ഫെസ്റ്റിവൽസിനും പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. പിന്നെ കോളേജ് ഡേ, സ്പോർട്സ്, അതുപോലെ തന്നെ ആർട്സ്. ഇത്രയും ഫെസ്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണ് CET-യിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോളേജ് ഫെസിലിറ്റീസ് ആണ്. കോളേജ് ഫെസിലിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ക്യാൻറ്റീൻ, ജിം, ഹോസ്റ്റൽ, ലാബ് ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ സീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.